BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയാണ്. നൂറ് സീറ്റ് നേടി UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. കണ്ണൂർ അഴീക്കോട് സീറ്റുകൾ ഉറപ്പായും UDF ജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമാത്രമല്ല, ചുരുങ്ങിയത് 5 സീറ്റുകളിലെങ്കിലും കണ്ണൂരിൽ വിജയിക്കാൻ കഴിയും എന്നാണ് അബ്ദുൽ കരീം ചേലേരി വ്യക്തമാക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് UDFന് ഉണ്ടായത്. 7000-ലധികം സീറ്റുകൾ നേടിയിട്ട് കോൺഗ്രസ് വലിയ മെജോറിറ്റിയോടുകൂടി ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തയച്ചു. UDFിലെ പ്രബലമായിട്ടുള്ള 2 കക്ഷികൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് കക്ഷികളും ആർജിച്ചെടുത്തിട്ടുള്ള ഈ കരുത്ത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്ക് ഗുണം ചെയ്യും. 100 സീറ്റ് നേടി വിജയിക്കുമെന്ന് UDFിൻ്റെ ആത്മവിശ്വാസം. അതിന് മതിയായ കാരണങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അത് വിജയിച്ച് എടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂരിലും അഴീക്കോടും കഴിഞ്ഞ തവണ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെ സംഭവിച്ചു? എന്താണ് അതിനുള്ള പ്രതിവിധി? ഇത്തവണ എന്തുകൊണ്ട് ജയിക്കും? ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതിനൊക്കെ തന്നെ അബ്ദുൽ കരീം ചേലേരി വിശദമായി മറുപടി നൽകുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് UDFന് 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അഴീക്കോടും കണ്ണൂരും ഇരിക്കൂറും പേരാവൂരും കൂത്തുപറമ്പും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ UDF പരാജയപ്പെട്ടിട്ടുണ്ട്. അഴീക്കോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ അടിസ്ഥാനപരമായി UDFന് വളരെ ശക്തിയും കരുത്തുള്ള 2 മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ കണ്ണൂരും അഴീക്കോടും എന്ത് തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു. കൂത്തുപറമ്പിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള അസംബ്ലി നിയോജകം. ഒരു മണ്ഡലവും പൂർണ്ണമായ അർത്ഥത്തിൽ LDFന് കുത്തകയാക്കി വെക്കാൻ പറ്റുന്ന നിയമസഭാ മണ്ഡലങ്ങളല്ല എന്ന് ഈ ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 അല്ലെങ്കിൽ 6 സീറ്റിലെങ്കിലും കണ്ണൂർ ജില്ലയിൽ UDF ജയിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുമായുള്ള BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.